ഈ പോയ വാരത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട രണ്ടു പേർക്ക് സാമാന്യേന സ്വീകാര്യമായ ശ്രദ്ധിക്കപ്പെടുന്ന ഒരിടം കിട്ടി എന്നത് സാമൂഹ്യ മാധ്യമം ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അത് വേറെ ആരുമല്ല, ഒന്ന് നമ്മുടെ അഖിൽ മാരാരും, മറ്റൊന്ന് ജവാദ് മുസ്തഫാവി എന്ന് പറയുന്ന രണ്ടു പേർക്കാണ് അങ്ങനെ ഒരിടം കിട്ടിയത്. ഏതായാലും തോറ്റാലും ജയിച്ചാലും വാർത്തയായല്ലോ, ജീവിച്ചിരിക്കുന്നെന്നറിയുന്നല്ലോ, എല്ലായിടത്തും ഒരിടം കിട്ടിയല്ലോ, ചാനലുകളിൽ ഒരു അവസരം കിട്ടുന്നല്ലോ എന്നോർത്ത് അവർക്ക് സമാധാനിക്കാം. രണ്ടുപേരും ഏതാണ്ട് മൂടഴിയ നിലയിൽ, പിഴുതെറിയപ്പെട്ട നിലയിലായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും രംഗത്ത് കയറി വന്ന് രാജ്യത്തെയും സംസ്ഥാനത്തെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നവരും ആ അഭിപ്രായത്തെ സ്വീകാര്യമായി ചാനൽ മുറിയിലിരുത്തി ചർച്ച ചെയ്യുന്ന രണ്ട് ബഹുമാന്യരുമായി മാറിയിട്ടുണ്ട് എന്നതാണൊരു സ്ഥിതിവിശേഷം. അതിലൊന്ന് നമ്മുടെ അഖിൽ മാരാരാണ്. മാരാർ പണ്ടെങ്ങോ ബിഗ് ബോസിൽ എന്തോ സമ്മാനം കിട്ടി ജയിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ പറയുന്നത് അന്ന് മുതലേ ആരായാലാണ് ഒരു സമാധാനം കിട്ടുക എന്നതിൽ വല്ലാത്ത കൺഫ്യൂഷനുള്ള ഒരാളായിരുന്നു അത്രേ അഖിൽ മാരാർ. അതുകൊണ്ട് ഏത് സ്പേസിലാണ് താൻ ഇടിച്ചു കയറേണ്ടതെന്ന് വല്ലാതെ വിഷമിച്ച അവസ്ഥയിലായിരുന്നു. ആദ്യമൊക്കെ ബിഗ് ബോസ് വിജയമൊക്കെ ആഘോഷിച്ച് അതിനൊരു പരിഗണനയൊക്കെ കിട്ടിയെങ്കിലും പിന്നീട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് പോലും പുറത്തു പറയാൻ കഴിയാത്ത ഒരു അപമാനമായി മാറിയപ്പോൾ ഏതാണ്ട് പുറത്ത് മിണ്ടാതിരിക്കുന്നൊരവസ്ഥയിലായിരുന്നു. ആ സന്ദർഭത്തിലാണ് പെരിയ ഇടതുമുന്നണി വിരുദ്ധതയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇടിച്ചു കയറി ഒരു സ്പേസൊക്കെ എടുത്ത് രംഗത്ത് വരികയും അതിനിടയിൽ സംഘപരിവാറിനെ ഏതാണ്ട് തെറി പറഞ്ഞ് പ്രധാനമന്ത്രിയെ ഏതാണ്ട് പറഞ്ഞതിൻ്റെ പേരിൽ കേസാവുകയും ഒക്കെ ചെയ്ത് രമേശ് ചെന്നിത്തലയോടൊപ്പവും വി ഡി സതീശനോടൊപ്പവുമൊക്കെ സ്നേഹം പ്രകടിപ്പിച്ച് രമേശ് ചെന്നിത്തലയോടൊപ്പം ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഒരു സംഗതിയിലിരിക്കുകയായിരുന്നു. പക്ഷേ സാക്ഷാൽ പുള്ളി ആരാണ് എന്ന് പുറത്ത് കാണിച്ച് ആദ്യമായി രംഗത്തിറങ്ങിയത് നമ്മുടെ തൊപ്പിയായിരുന്നു. തൊപ്പിയെക്കുറിച്ച് ഏതാണ്ട് അപവാദം പറഞ്ഞതിന് തൊപ്പി റോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ചാനലുകളിലെല്ലാം കിടപ്പുണ്ട്. അതിൽ യാതൊരു പ്രാധാന്യവും നൽകാതെ നമ്മുടെ തൊപ്പി എടുത്തിട്ട് കൈകാര്യം ചെയ്യുകയാണ് അഖിൽ മാരാർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ 2020 കയറി വലിയ ഒരു സ്ഥാനാർത്ഥിയായി മാറാൻ പോവുകയും അതുവഴി നാടിന് ഗുണമുള്ള പദ്ധതികൾ ഫേസ്ബുക്ക് പോസ്റ്റായി ഇടുകയും ഒക്കെ ചെയ്യുന്നത്. അതിൻ്റെ അടിയിൽ ഒരുപാട് പേർ തെറി വിളിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഇടാനൊരവസരം കിട്ടിയതിലും തെറി കേൾക്കാനായിട്ടെങ്കിലും പേജിൽ ജീവിച്ചിരിക്കാൻ കഴിയുന്നതിലും വലിയ സന്തുഷ്ടനായിരിക്കും അഖിൽ മാരാരെന്നാണ് അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരായ ആളുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഒരാളായിരുന്നു നമ്മുടെ ജവാദ് മുസ്തഫാവി. അദ്ദേഹം വലിയ കാന്തപുരം സുന്നി വിഭാഗക്കാരനാണെന്നുള്ള രീതിയിലൊക്കെ തുടങ്ങി അവർക്ക് പോലും സഹിക്കാൻ കഴിയാത്ത രീതിയിൽ പല സാമ്പത്തിക കുരുക്കുകളും പല കേസുകളും പല സംഗതികളിലുമൊക്കെ പെട്ട് നട്ടം തിരിഞ്ഞ് എവിടെയാണ് തന്നെയൊന്ന് പതിപ്പിക്കേണ്ടത് എന്നോർത്ത് വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നൊരു കാലമായിരുന്നു. സുന്നി സംഘടനകൾ അങ്ങോട്ടടുപ്പിക്കുന്നില്ല, ബാക്കി ആരും ഇങ്ങോട്ടടുക്കുന്നില്ല, സുന്നിയെ വിട്ട് പുള്ളിക്കെങ്ങും പോകാനും കഴിയുന്നില്ല. അങ്ങനെ പെടാപ്പാട് വിട്ട് കിടക്കുമ്പോഴാണ് നമ്മുടെ കാന്തപുരം ഉസ്താദിൻ്റെ ജാഥയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം കിട്ടുന്നത്. ആ പ്രസംഗം എല്ലാവരും ഇങ്ങനെ സ്തബ്ധരാകുകയും ഒരുപാട് പേർ പ്രതിപക്ഷ നേതാവിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവിടെ അതിനെതിരെ ഒരു സംഭാഷണവുമായി രംഗത്ത് വന്ന് നമ്മുടെ ജവാദ് മുസ്തഫാവി കളം പിടിച്ചു. അങ്ങനെ കളം പിടിച്ചെന്ന് മാത്രമല്ല, പണ്ട് PDPയുമായി ആർ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ പാർട്ടി യോജിച്ചപ്പോൾ അത് എന്ത് തെറ്റാണ് സാറേ എന്ന് ആർ ബാലകൃഷ്ണപിള്ള സാറിനോട് ചോദിച്ച അടുപ്പക്കാരനായ ഒരു മാധ്യമപ്രവർത്തകനോട് അദ്ദേഹം പറഞ്ഞത്, നിനക്കൊക്കെ ഇങ്ങനെ പറയാം, പണ്ടൊക്കെ ഞാൻ കാസർഗോഡോ ഒക്കെ ചെന്നിറങ്ങുമ്പോൾ കൊള്ളാവുന്ന 5-6 പേരെന്നെ സ്വീകരിക്കാൻ ആ റെയിൽവേ സ്റ്റേഷനിലൊന്നും വരുത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ ചെന്നിറങ്ങുന്നിടത്തെല്ലാം എന്നെ സ്വീകരിക്കാൻ ആൾ നിൽക്കുക, അത് വേറെ എവിടെ കിട്ടൂടാ എന്ന് തമാശ രൂപം ചോദിച്ചതുപോലെ ജവാദ് മുസ്തഫാവിയുടെ ബാക്കി പശ്ചാത്തലങ്ങളെല്ലാം മറന്ന് ഒരുപാട് മാപ്പിള സഖാക്കൾ ജവാദ് മുസ്തഫാവിയുമായി രംഗത്തിറങ്ങി. അതോടുകൂടി പുള്ളി ഒരു വിശകലന വിദഗ്ധനായി. പുള്ളി ഇപ്പം വിശകലനം ചെയ്ത് ചാനലുകളിൽ ചർച്ചയ്ക്ക് വിളിക്കുന്ന ഒരാളായും ഒക്കെ മാറിയെന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ ആരോഗ്യ, രാഷ്ട്രീയ, സാമൂഹിക വിഷയങ്ങളിലൊക്കെ പൊതുവിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഈ CPMുമായി പരിഭവിച്ച് നിൽക്കുമ്പോൾ ഒരു നല്ല സഖാവ് മുസ്ലിയാർ എന്ന പേരിലൂടെ പുള്ളി ഇങ്ങനെ ക്രമേണ ആ അരികുവൽക്കരണത്തിൽ നിന്നും മോചിതനായി മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ അഖിൽ മാരാരും മുസ്തഫാവിയും ഈ പറഞ്ഞതുപോലെ ഇനി ഭാവിയിൽ എന്തായിരുന്നാലും വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള ഒരു വായു ഇതിലൂടെയൊക്കെ കിട്ടി എന്നതാണ് ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത.